ഫ്രണ്ട്സ് ബ്ലോഗ്സ് ഓഫ് നയൻറ്റീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കിഴൂർ ഭാഗത്ത് ഉള്ള ഒരു ബണ്ട് കാണാൻ വന്നിരിക്കുന്നത്. കിഴൂർ പോർക്കുളം ഭാഗത്താണ് ഈ ബണ്ട് വരുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് എടുക്കുന്ന ഒരു തോടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കുറച്ച് വീഡിയോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ബണ്ടും അതിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇത് പുഞ്ചപ്പാടാണ് ഈ കാണുന്നത്. പുഞ്ച കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ സമയത്ത് കൃഷി ചെയ്യില്ല. ഇനി ഒരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് അവിടെ കൃഷി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തോടെ വറ്റി വരണ്ട് കിടക്കാവുള്ളൂ. അപ്പോൾ ഈ ബണ്ടിൽ നിന്നുള്ള വെള്ളമാണ് ഈ പാടത്തേക്ക് അടിക്കുക. ഇപ്പോൾ ഇതിൽ വെള്ളമുണ്ട്, ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റില്ല ഇവിടെ. സാധാരണ പാടങ്ങളിലൊക്കെ ഈ സമയത്താണ് കൃഷി ചെയ്യുക. ജനുവരി ഫെബ്രുവരിയിലൊക്കെ കൃഷി കൊയ്ത്ത് സമയമാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഫെബ്രുവരി മാസത്തിലേക്കാണ് വിത്തിൽ ഇതൊക്കെ കൃഷി ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ തോട്ടിൽ നിന്നുള്ള വെള്ളം ബണ്ടിൽ ശേഖരിച്ചിട്ട് അത് പാടത്തേക്ക് അടിച്ചിട്ട് അങ്ങനെയാണ് കൃഷി ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു പാലാണ്. ഈ തോടിനപ്പുറം കിടക്കാനുള്ള ഈ പാടത്തുനിന്ന് ഉപയോഗിക്കും. ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തെ ഭാഗത്തേക്കുള്ള തോട് മുറിച്ച് കിടക്കാനുള്ള ഒരു പാലം. ചെറിയൊരു നടപ്പാതയാണ് കേട്ടോ. നടക്കാൻ മാത്രം സാധിക്കും. നല്ല രീതിയിൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. നല്ല കാറ്റുണ്ട്. അത്യാവശ്യം കുളവാഴ ഉണ്ട് കണ്ടില്ലേ. മുമ്പൊക്കെ ഈ തോട് നിറച്ച് കുളവാഴയായിരുന്നു. പിന്നെ അത് നവീകരിച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊന്ന് കുറഞ്ഞത്. അപ്പോൾ വീണ്ടും ആ പാലത്തിനടിയിലൊക്കെ ആകെ കുളവാഴ വന്ന് മൂടി തുടങ്ങിയിട്ട് പെട്ടെന്ന് വ്യാപിക്കും. ഈ കാണുന്ന പായലും ഈ കുളവാഴയൊക്കെ പെട്ടെന്ന് നിറയും. ഈ തോട് നിറയാൻ ഈ കുറച്ചത് കാണുന്നത് മതി. ഒരു മാസം കഴിക്കാൻ അത്യാവശ്യമായി ഉണ്ടാവും. കണ്ട പാലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കി നിറച്ചായി. ഇവിടെയൊക്കെ വെള്ളം കാണാനില്ല. പായലും കുളവാഴ ആകെ നിറഞ്ഞു. പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണത്. ഇപ്പം തന്നെ എടുത്ത് കടയാണെച്ചെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കിഴൂർ വെട്ടിക്കടവ് പാലാണ് കേട്ടോ കാണുന്നത്. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് ആ പാലം. അവിടെ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഈ ചെറിയ പാലം തോട് മുറിച്ച് കിടക്കുന്നത്. അത് വലിയ പാലാണ്. ബസ്സും വലിയ വണ്ടികളൊക്കെ പോണ പാലാണത്. ഈ വഴി കുറച്ച് വലിയ വഴിയാണ്. പക്ഷേ ഇവിടെയൊക്കെ പുല്ല് വളർന്ന കാരണമാണ് നമുക്ക് വണ്ടിക്കായിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴ പെയ്തിട്ടുള്ള ചെളിയൊക്കെ കിടന്നിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ സൂക്ഷിച്ച് ഓടിച്ച് കൊണ്ടുവരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബണ്ട് കേട്ടോ. ഇത് കിടക്കേണ്ടത് ശരിക്കും പോർക്കുളം ഭാഗത്താണ്. നമുക്ക് കിഴൂർ ഭാഗത്തുനിന്ന് വരാം, പോർക്കുളം ആ വഴിക്കും വരാം. ബണ്ടിൻ്റെ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്പേസാണ് കാണുന്നത്. ഇത് ഇവിടെയുള്ള ഒരു ചെറിയ പാലം.
ആളിരിക്കണേ കാണിച്ചു തരാം. പൊന്മയാണ്. ആള് തോട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ ബണ്ടിൽ കുളിക്കാനൊക്കെ ആൾക്കാർ വന്ന് കുളിക്കണൊക്കെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പാലം. ഇതാണ് റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കെട്ടിടം. ഇത് സർക്കാരിൻ്റെയാണ്, കുന്നോളം മുനിസിപ്പാലിറ്റിയുടെയാണ്. കുളവാഴന്നൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ബണ്ടിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ പുതിയ വീഡിയോസിൽ കുറേ പുതിയ സ്ഥലങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ, താങ്ക്സ്.